എന്നാ പിന്നെ എനിക്ക് വേറെ വല്ല കമ്പനിയിലും ട്രൈ ചെയ്തുകൂടെ? മാള് വിളിച്ചീനെ കുറച്ച് സാധനം കൊടുത്താക്കാൻ പറ്റുമോന്ന് ചോദിച്ചീനി. എളാപ്പ കേട്ടു. ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തരണം. അന്നെ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും ഇത് സാധിക്കും. ഞാൻ എനിക്ക് ഇത്രേ തന്നു. എന്നാ ഈ 5 വെച്ചോ, ഞാൻ മാറി കഞ്ഞി മുമ്പൊക്കെ നമ്മളോട് നാട്ടുകാരും കൂട്ടുകാരല്ലേ ചോദിക്കല് എന്നാ പോണു എന്നുള്ളത്. ഇപ്പൊ പെരക്കാര് ചോദിക്കലോട് ഇങ്ങനെ എന്താ പഠിക്കണത്? ഇന്റർവ്യൂ ഉണ്ടോ? ഒമ്പേർക്കല്ലേ ഞാൻ ഈ സിഗിലെത്തി. കോട്ടും സൂട്ടിട്ടോലൊക്കെ വിവരമുള്ളവരാണെങ്കിലേ കോട്ടിട്ടുണ്ട് ഇജ്ജൊന്ന് വായിച്ചേ. ടീം അതാ തോൽക്കണത്. ബേജാറാവല്ല, അബുട്ടി വരാണ്ട്. ഒരു വാർത്ത കേട്ടു പെരെ കള്ളം കയറി. ചില സാധനം നാട്ടിൽ കിട്ടൂലേ, പിന്നെ എന്തിനാ തന്നെ കൂടി കെട്ടിവെച്ച് കൊണ്ടോണെന്ന്. ഇറങ്ങാനായോ? ഫ്രിഡ്ജ് ഉണ്ടോന്ന കഫേല് ചോദിക്കും. മാഫി ഒരു 3000 ഇപ്പൊ അഡ്വാൻസ് തരികയാണെന്നുണ്ടെങ്കിൽ ആ റൂം ഞാൻ ശരിയാക്കി തരാം. 10,000 ചോദിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പം ഒരു 12 ലക്ഷം ഉറുപ്പിക തന്ന് എന്റെ കാലശേഷം എന്റെ കുടുംബാട് തിരിച്ചടച്ചോ. അങ്ങനത്തെ വല്ല സ്കീം ഉണ്ട് എന്റെ അടുത്ത്? വേറെ വല്ല കമ്പനി നോക്കിക്കൂടെ? അപ്പൊ നിങ്ങളൊക്കെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങള് നീപ്പാ ചോദിച്ച കമ്പനി തന്നെ. നിന്ന് ചാടിക്കാൻ പാടില്ല എന്നറിയില്ല എനിക്ക്. നമുക്ക് കുറച്ചാണ്ട് മാറി സംസാരിച്ചൂടെ? അത്ര മാനകരണി എടുക്കണ പൈസ. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഗ്രോസറി കൊടുക്കാണ്ട് കോംബോന്റെ കൂടെ ഒരു ചായ കൂടി കൊടുക്കണം. അപ്പോഴേ ഇനി കോംബോ എന്ന് പറയാൻ പറ്റുള്ളൂ.